എവ്രിവൺ, വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. PSCയിൽ റിപ്പീറ്റ് ആയി ചോദിക്കാൻ സാധ്യതയുള്ള SCERT ഫിസിക്സ് 5 മുതൽ 10 വരെയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇന്ന് ഫിസിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. പ്രീവിയസ് ക്ലാസ് വേണ്ടവർ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. ഫിസിക്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റിനും LPUPക്കൊക്കെ വേണ്ടി വരുന്ന നമ്മുടെ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജിയുടെയും എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതും പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് യന്ത്രങ്ങൾ? കുറഞ്ഞ ബലം ഉപയോഗിച്ച് കൂടുതൽ ജോലി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സഹായിക്കുന്നവയാണ് യന്ത്രങ്ങൾ അഥവാ മെഷീൻസ് എന്ന് പറയുന്നത്. ഉപയോഗിച്ച് കൂടുതൽ ജോലി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സഹായിക്കുന്നവയാണ് യന്ത്രങ്ങൾ. അപ്പൊ നമ്മള് ഉത്തോലകങ്ങൾ എന്താണ്? നമ്മൾ കുറെ കേട്ടിട്ടുള്ള വേർഡാണ് ഉത്തോലകങ്ങൾ. ലിവേഴ്സ് എന്ന് പറഞ്ഞാല് ജോലി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ലളിതമായ യന്ത്രങ്ങളാണ് ജോലി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ലളിതമായിട്ടുള്ള യന്ത്രങ്ങളാണ് ഉത്തോലകങ്ങൾ. ഓക്കെ, ഇനി ഉത്തോലകത്തിന്റെ ഒരു ഡെഫിനിഷനും കൂടെ നമുക്ക് നോക്കാം. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ഉപകരണങ്ങൾ എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഉത്തോലകങ്ങൾ എന്നാണ് കേട്ടോ. ഈ ഉത്തോലകത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. കേട്ടിട്ടുണ്ടാവും, ധാരം, യത്നം, രോധം. ഇനി നമ്മൾ ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോണേ കേട്ടോ. ഫസ്റ്റ് വൺ, ധാരം. എന്താണ് ധാരം? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം. ഓക്കെ, ഉത്തോലകത്തിൽ നാം ഉപയോഗിക്കുന്ന ബലമാണ് യത്നം. ഉത്തോലകത്തിൽ നമ്മളൊരു ബലം ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു ബലമാണ് എന്ത്? യത്നം എന്ന് പറയുന്നത്. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്താണ്? രോധം എന്ന പേരിൽ അറിയപ്പെടുന്നു. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്താണ്? രോധം എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലഘുയന്ത്രങ്ങളാണ് ഉത്തോലകങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആ ലഘുയന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഏത് തരം ഉത്തോലകങ്ങളാണെന്നും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതും അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കേട്ടോ. അപ്പോൾ ഉത്തോലകങ്ങളുടെ ഉദാഹരണങ്ങളാണ് കത്രിക, സീസോ, നട്ട് ക്രാക്കർ, ബോട്ടിൽ ഓപ്പണർ, ചവണ, മീൻപിടുത്ത കൊക്ക്, ചൂൽ, വീൽ ബാരോ, സ്റ്റാപ്ലർ, പിന്നെ നഖം വെട്ടുന്ന ഉപകരണങ്ങൾ. ഇതൊക്കെ നമുക്ക് ഏത് തരം ഉത്തോലകങ്ങളാണെന്നും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഉത്തോലകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ലഘുയന്ത്രങ്ങളാണ് അല്ലേ? ഈ ഉത്തോലകങ്ങൾ തന്നെ 3 തരങ്ങളുണ്ട്. 1-ാം തര ഉത്തോലകങ്ങൾ, 2-ാം തര ഉത്തോലകം, 3-ാം തര ഉത്തോലകം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ലീവർ, സെക്കൻഡ് ക്ലാസ് ലീവർ, തേർഡ് ക്ലാസ് ലീവർ. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. 1-ാം തര ഉത്തോലകം, ഫസ്റ്റ് ക്ലാസ് ലീവർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ധാരം നടുവിൽ വരും. ധാരം എന്ന് വെച്ചാൽ എന്താ? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു അറിയപ്പെടുന്നതാണ് ധാരം. ഈ ധാരം എവിടെയായിട്ടാണ് വരിക? നടുവിലായിട്ട് വരും കേട്ടോ. അതിനെയാണ് പറയുന്നത് 1-ാം തരം ഉത്തോലകം. ഇതിൻ്റെ ഒരു ക്രമം, ഈ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് യത്നം വരും, പിന്നെ നടുവിൽ ധാരമായിരിക്കും വരിക, തേർഡ് രോധം. അപ്പോൾ ധാരം, രോധം, യത്നം എന്തൊക്കെയാണെന്ന് അറിയാലോ. ധാരം എന്ന് വെച്ചാൽ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം. ഉത്തോലകത്തിൽ നാം ഉപയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. ഓക്കെ, അപ്പോൾ ധാരം നടുവിൽ വരുന്നത് 1-ാം തരം ഉത്തോലകമാണ്. ഫോർ എക്സാമ്പിൾ കത്രിക, സീസോ, പ്ലെയർ, ഇതിൻ്റെയൊക്കെ ധാരം, അതായത് ഒരു ബിന്ദു എവിടെയാണ് വരുന്നത്? കത്രികൻ്റെ ആണെങ്കിൽ ആ നടുവിലല്ലേ വരുന്നത്? സീസോൻ്റെയും നടുവിലാണ്. പ്ലെയറിൻ്റെയും എവിടെ തന്നെയാണ്? നടുവിൽ തന്നെയാണ് ധാരം. ധാരം എന്ന് വെച്ചാൽ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ആ ബിന്ദു അല്ലേ? എവിടെയാണ് വരുന്നത്? നടുവിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1-ാം തരം ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് പറയാം? കത്രിക, സീസോ, പ്ലെയർ. 1-ാം തരം ഉത്തോലകം എന്ന് പറഞ്ഞാൽ നടുക്ക് ധാരം വരും. അടുത്തത് 2-ാമത്തെ തരം ഉത്തോലകം, സെക്കൻഡ് ക്ലാസ് ലീവർ. 2-ാം തര ഉത്തോലകം എന്നും പറയാട്ടോ. രോധം നടുവിൽ വരുന്നതാണ് 2-ാം തര ഉത്തോലകം. രോധം എന്ന് വെച്ചാൽ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. അപ്പോൾ ഈ രോധം എവിടെയാണ് വരിക? നടുവിൽ വരുന്നതാണ് 2-ാമത്തെ ഉത്തോലകം എന്ന് പറയുന്നത്.
ദാരം, രോദം, യത്നം എന്ന ക്രമത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിന് ഉദാഹരണങ്ങളാണ് നട്ട് ക്രാക്കർ, വീൽ ബാരോ, ബോട്ടിൽ ഓപ്പണർ. ഇതിൻ്റെ ഒക്കെ രോദം എവിടെയാണ്? നടുവിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം ദാരം എവിടെയാണ്? ഫ്രണ്ടിലാണ് അല്ലേ. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണല്ലോ ദാരം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് മൈൻഡിൽ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ദാരം ഫ്രണ്ടിലാണ് വരുന്നത്. നട്ട് ക്രാക്കറിൻ്റെ കണ്ടില്ലേ, ഫ്രണ്ടിലാണ് ആ ബിന്ദു വരുന്നത്. വീൽ ബാരോയും എവിടെയാണ്? ആ ചക്രത്തിൻ്റെ എവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ ഓപ്പണറിലും എവിടെയാണ്? ഫ്രണ്ടിലാണ് വരുന്നത്. പിന്നെ രോദം എന്ന് വെച്ചാൽ നാം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എവിടെയായിരിക്കും? അത് നടുവിലായിരിക്കും വരിക. യത്നം നമ്മൾ എവിടെയാണ് ബലം പ്രയോഗിക്കേണ്ടത്? നട്ട് ക്രാക്കറിൻ്റെ ആണെങ്കിൽ ആ ഹാൻഡിലില്ലേ, കൈ വയ്ക്കുന്ന ആ ഒരു സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബലം പ്രയോഗിക്കുന്നത്, യത്നം വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ അല്ലേ. ഒന്നാം തരം ഉത്തോലകം എന്ന് പറഞ്ഞാൽ ദാരം നടുക്കായിരിക്കും, രണ്ടാമത്തെ ആണെങ്കിൽ രോദമായിരിക്കും നടുക്ക്. ഇനി മൂന്നാം തരം ഉത്തോലകങ്ങൾ പഠിക്കാനുണ്ട്. ആ ഉത്തോലകം എങ്ങനെയായിരിക്കും? യത്നമായിരിക്കും നടുക്ക്. നോക്കാം. ഇവയിൽ നമ്മൾ നൽകുന്ന ബലം നടുവിൽ വരും കേട്ടോ. ഇതിനെയാണ് മൂന്നാമത്തെ തരം ഉത്തോലകം, തേർഡ് ക്ലാസ് ലീവർ എന്ന് പറയുന്നത്. യത്നം നടുക്ക് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ക്രമം വരുന്നത് ദാരം, യത്നം, രോദമാണ്. ഫോർ എക്സാമ്പിൾ, ചവാൻ, മനുഷ്യൻ്റെ കൈ, മീൻപിടുത്ത കൊക്ക്. ഇതിൻ്റെയൊക്കെ ബലം എവിടെയാണ് വരുന്നത്? നടുവിലാണ് അല്ലേ. യത്നം വരുന്നത് നടുവിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം തരം ഉത്തോലകം എന്ന് പറയുന്നത് നടുവിൽ എന്തായിരിക്കും? ദാരമായിരിക്കും. രണ്ടാം തരമാണെങ്കിൽ രോദമായിരിക്കും നടുക്ക് വരുന്നത്. മൂന്നാം തരമാണെങ്കിൽ യത്നമായിരിക്കും നടുവിൽ വരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഒന്നാം തരം ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കത്രിക, സീസോ, പ്ലെയർ, ക്രോബാർ ഒക്കെയാണ് കേട്ടോ. ഇനി രണ്ടാം തരം ഉത്തോലകങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? നട്ട് ക്രാക്കർ, വീൽ ബാരോ, ബോട്ടിൽ ഓപ്പണർ, നാരങ്ങ പിഴിയുന്ന ഉപകരണം, പിന്നെ പേപ്പർ കട്ടർ കേട്ടോ. ഇതൊക്കെ രണ്ടാം തരം ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി മൂന്നാം തരം ഉത്തോലകത്തിന് ഉദാഹരണമാണ് ചവണ, മനുഷ്യൻ്റെ കൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ്റെ കൈ ഏത് തരം ഉത്തോലകം ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നാം തരമാണ് കേട്ടോ. മീൻപിടുത്ത കൊക്ക്, ചൂല്, സ്റ്റാപ്ലർ. അങ്ങനെയാണെങ്കിൽ ചവണ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചവണ ഏത് തരം ഉത്തോലകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചവണയുടെ യത്നം, അതായത് നമ്മൾ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് ചവണയുടെ? അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബലം പ്രയോഗിക്കുന്നത് നടുക്കാണ്. അപ്പോൾ യത്നം നടുവിൽ വരുന്നത് ഏത് തരം ഉത്തോലകമാണ്? മൂന്നാം തരം ഉത്തോലകമാണ്. മൂന്നാം തരം ഉത്തോലകമാണ് ചവണ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. വീണ്ടും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാം തരം ഉത്തോലകം എവിടെയാണ്? നടുവിലാണ് ദാരം വരുന്നത്. ഇത് മറക്കരുത് കേട്ടോ. അതിനാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഉദാഹരണം കത്രിക, സീസോ, പ്ലെയർ, പിന്നെ ക്രോബാർ. ഓക്കെ, അടുത്തത് രണ്ടാം തരം ഉത്തോലകമാണ് സെക്കൻഡ് ക്ലാസ് ലീവർ. രോദമാണ് നടുവിൽ വരുന്നത്. ഉദാഹരണം നട്ട് ക്രാക്കർ, വീൽ ബാരോ, ബോട്ടിൽ ഓപ്പണർ, നാരങ്ങ പിഴിയുന്ന ഉപകരണം, പേപ്പർ കട്ടർ. മൂന്നാം തരം ഉത്തോലകം തേർഡ് ക്ലാസ് ലീവർ എന്ന് പറഞ്ഞാൽ യത്നം നടുവിൽ വരും. ഉദാഹരണം ചവണ, മനുഷ്യൻ്റെ കൈ, മീൻപിടുത്ത കൊക്ക്, ചൂൽ, സ്റ്റാപ്ലർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഉത്തോലകങ്ങൾ. എന്താണ് ഉത്തോലകങ്ങൾ? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ. അതായത് ലഘുയന്ത്രങ്ങളാണ് ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ദാരം എന്നാണ്. ഉത്തോലകത്തിൽ നാം ഉപയോഗിക്കുന്ന ബലമാണ് യത്നം. യത്നം ഉപയോഗിച്ച് നമ്മൾ നേരിടുന്ന പ്രതിരോധമാണ് രോദം എന്ന് പറഞ്ഞു അല്ലേ? ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചത്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും പഠിച്ചു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ ചെയ്യാത്തവർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.